എൻ്റെ പേര് ഫൈസൽ. എൻ്റെ പേര് നാജി. അപ്പോൾ ഇവരെ കൂടെ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ ക്രിസ്മസ് മോഡ് ആയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് വീഡിയോട്ട് പോകാം. 3 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം വോയിസ് റെക്കോർഡാണ്. വീഡിയോട്ട് പോകാം. അപ്പോൾ അവർ ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്നോ ഒക്കെ വീഴുന്നുണ്ട്. നമ്മളെ ഡോൺ വില്ലി അത് ഇവിടെ പോകുന്നുണ്ട്. കളവന് കിട്ടി 2 കൊടുക്കണം. കഴിഞ്ഞ വീഡിയോ നമ്മൾ അസാസനാക്കി ഈ കളവനാണ്. അപ്പോൾ റോപ്പൊക്കെ നമുക്ക് വിടണം, പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പക്ഷേ ഞാൻ അപ്പോഴത്തേക്കും റോപ്പ് ആംബുലൻസൊക്കെ ഇടിച്ചപ്പുറത്തെ പോലെ കളയും. അവരൊക്കെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് പരിചയപ്പെടുത്താം. ഓക്കെ, ആദ്യം തന്നെ ഇത് എന്തിനാണെന്തോ ഗൈസ്, എനിക്കിപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത് എന്തോന്ന് സാധനം ഗൈസ്, സ്നോമാൻ സിറ്റി മുടിയപ്പോൾ ഇങ്ങനെ ആയോ? എൻ്റെ മോനെ ഗൈസ്, സീൻ ഇത് പൊളിക്കും കേട്ടാ. ഇത് നമുക്ക് പൊളിക്കാം. എൻ്റെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റേഴ്സിനെയും കൂടെ നമുക്ക് വിളിക്കണം. അവരിങ്ങോട്ട് വരട്ടെ. പോലീസുകാരനകത്ത് കയറാം. ഞാൻ തന്നെ അടിച്ച പോലീസുകാർ എനിക്ക് എടുക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ബേസിൽ പോയി നമുക്ക്, എൻ്റെ ഇത് ബന്ധുവാണ്. എൻ്റെ പേര് എന്തിനാണെന്ന് പോച്ചടാ സാധനമൊക്കെ തളിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വരാം. ജസ്റ്റ് ഫോർ ഫണ്ണിനാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വരാം. ജസ്റ്റ് ഫോർ ഫൺ. നിങ്ങൾ ഇവിടെ സ്നോ ഒക്കെ കണ്ടോണ്ടിരിക്കും മക്കളെ. സീനല്ലേ. ഈ കാർ എടുക്കുക. മഞ്ഞാൽ മൂടപ്പെട്ടാണ് ഇരിക്കുന്നത്. വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ തെന്നിയൊക്കെ പോകും. സാൻഡാണ് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ ഉണ്ട്. പൊളി. എൻ്റെ മോനെ, നമുക്കിപ്പോൾ തന്നെ അവരെ പോയി ഒന്ന് വിളിച്ചിട്ട് വരാം. ഓക്കെ, പൈസയൊക്കെ പയ്യെ ഇങ്ങനെ എടുക്കാം. ഇതാണ് എൻ്റെ പൈസ. എന്തായാലും ഗെറ്റ് ഒരുപാട് വണ്ടിയൊക്കെ നമുക്ക് റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ മോനെ ഫെറാറി എടുക്കാം അല്ലേ? എടുക്കണോ? ഉറക്കെ പറയടാ. പിന്നെ മൈക്കോണല്ലോ. നിങ്ങളങ്ങോട്ട് പറയണമെങ്കിൽ പറയും. ഇതെന്തരാണെന്നാ അവന്മാരെ ഹെലികോപ്റ്ററൊക്കെ നമുക്കറിയാം. നമ്മൾ 3 വർഷം കൊണ്ട് കളിച്ചു തുടങ്ങിയ ഗെയിമല്ലേ. ബീച്ചിലോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള എല്ലാവിധ വിഷ്വൽസും ബീച്ചിലാണ് കിട്ടുന്നത്. അവിടെ പോയി നമുക്ക് നോക്കാം. എൻ്റെ ദൈവമേ, വണ്ടി റോബോട്ടിൻ്റെ മുകളിലൊക്കെ പോയി ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ സാമാനം പോലും അവിടെ കാണത്തില്ല. രീതിയിലായിരിക്കും. ഇവിടെ നമ്മളിത് വണ്ടി ഉയർത്തിയിട്ടുണ്ട്. ബാക്ക് എടുക്കാം. നമ്മളിപ്പോൾ നമ്മളെ അസാസൻ ക്യാരക്ടറാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയിട്ട് ലൈക്ക് അടിച്ച് പൊളിച്ചിട്ട് വീഡിയോൻ്റെ ഞാൻ ഡിസ്ക് പോലും അടിച്ച് പോകണം. ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെയും സാധനം കലക്കണ ഗണ്ണാണ്. ഗെയിമും കിട്ടാനില്ല. ആസ്തി മച്ചാനാക്കിയിട്ടുണ്ട് നമ്മൾ. നീ ഉണ്ടാ പൈസ കിട്ടുന്ന ജോലിയാണ് നമ്മളങ്ങ് ചെയ്യും. പുതിയ ആമുനേഷൻ വാങ്ങാനാണ്. ശബ്ദം ഇത്തിരി പോലും കുറച്ച് വെച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വഴിക്കൊക്കെ വലിയൊരു തടസ്സമാവും. ബസ് മിലിറ്റർ നമുക്ക് മൾട്ടിപ്ലയർ കളിക്കാം.
അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ അടിച്ചമാരെ ഓക്കെ ഓക്കെ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ചെറുക്കൻ സീൻ സാരി ഓ എനിക്കാണെങ്കിൽ ഒരു 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 ഇത് പോലും കിട്ടിയില്ല. ജീവനാണ് ഇപ്പോൾ കട്ടായിട്ടുള്ളത്. 2 മെഡി കിറ്റും കൂടെ വാങ്ങാം ഗൈസ്. ഇല്ലെങ്കിൽ പൈസയൊക്കെ അങ്ങ് കിടക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരു വണ്ടി എടുത്താലാ? ഇനി നാട്ടുകാരെ വണ്ടിയൊന്നും വേണ്ട, നമുക്ക് പുതിയൊരു വണ്ടി തന്നെ അങ്ങോട്ട് എടുക്കുക. $12K വീണ്ടും കിട്ടിയത്. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ $12K തിരിച്ച് കിട്ടത്തില്ലേ? അതാണ്ട് ആംബുലൻസിൻ്റെ സ്ഥലത്ത് തന്നെ അമ്മരൊന്നും പാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഡയമണ്ട് കിട്ടത്തില്ല. 2000 പൈസ പോയാൽ കയറും. അതൊക്കെ ഞാൻ വാങ്ങിക്കണം. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കണ്ട. പിന്നെ ലാൻഡ് മൈൻ പോയി കയറി കൊടുത്താൽ സാധനം വരെ കത്തിപ്പോയി. പോലീസ് എന്തോ ദൈവമേ, ലാൻഡ് മൈനെ തട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. കണ്ട ഹെൽത്തൊക്കെ കിടക്കണുണ്ട. ഇതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പോലീസൊക്കെ ചാവണം നീയൊക്കെ. ഓ വണ്ടിയൊക്കെ പൊട്ടുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര സ്നോ അല്ലേ ഗൈസ്? ഈ മഞ്ഞ് വീഴ്ചയൊക്കെ നമ്മുടെ ഇല്ല. അങ്ങ് ബാക്കി പോവാം. നിങ്ങളിവിടെ ബോംബിട്ടോണ്ടിരുന്നെങ്കിൽ അമ്മ നമ്മളെ പിടിക്കേ ഉള്ളൂ. ബാക്കി സ്നോമേനെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇട്ടിച്ചു വെടി വെച്ചതിന് അത് പൊട്ടുവന്ന് നിങ്ങൾ അതിൻ്റെ ചുമ്മാ കയറി പൊട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ലൈക്കൊന്നും നല്ല ചെയ്യുന്നില്ല. കമൻ്റൊക്കെ ഒന്ന് പറയേ, എന്നാലല്ലേ നമുക്ക് ഊച്ചാളി. പോലീസൊക്കെ എന്തൊരു മണ്ടന്മാരാണ്. ഫ്രീ ജംപ്സ് അല്ലേ? പെട്ടി പൊട്ടിക്കാനാ? ഇതിൻ്റെ അകത്തൊന്നും ഒന്നും കിട്ടത്തില്ല. ആ കൂടെ ഇതിൻ്റെ പുറത്തിറങ്ങണതിൻ്റെ സമയം പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഗെയിമിനകത്തൊന്നും പൈസ കൊടുത്ത് വേണം വാങ്ങിക്കാൻ. നമ്മളെ യഥാർത്ഥ പൈസ കൊടുത്ത് നമ്മളെ ഗെയിമിൻ്റെ അകത്ത് വാങ്ങിക്കേണ്ടി വരും. അതിനെക്കാട്ടി ഇതല്ലേ. ഓക്കെ, ഇത് നമുക്ക് പൊട്ടിച്ച് വെക്കാം. ആ കൂടെ $5 കൂടുകയും $7 9 ആകുമ്പോൾ ഇതിനാണ് ആ പെട്ടി പൊട്ടിച്ചത്. എനിക്കറിയാം. സ്നോമാൻ ഒരു ലാൻഡ് മൈൻ വെച്ച് കൊടുത്തിട്ട് പോവാം. ആരെയും വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് സ്നോമാൻ എന്ന് പറഞ്ഞു വന്ന് എന്നോട് കൊണ്ടെങ്കിൽ കത്തിക്കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ സ്റ്റഡി സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതായിരിക്കും. അത് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഊച്ചാളി ഗെയിമിംഗ് ബൈ ബൈ. ഗെയിമിന്റെ പേര് മാറ്റിയിട്ടില്ല. RR ഗുഡ് ബൈ.